إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذين تساءلون به والأرحام إن الله كان عليكم رقيبا. أما بعد فإن خير الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أوصيكم بآياتكم الله. സ്നേഹാദരീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വേനലവധിക്ക് ശേഷം നമ്മുടെ മക്കൾ വീണ്ടും വിദ്യാലയങ്ങളിലേക്കും മദ്രസകളിലേക്കൊക്കെ യാത്ര തിരിക്കാൻ ഒരുങ്ങുകയാണ്. വിജ്ഞാനത്തിൻ്റെ പുതിയൊരു വസന്തകാലമാണ് തുടക്കമാകുന്നത്. അറിവ് നേടുക എന്നത് കേവലം ഒരു ലൗകികമായിട്ടുള്ള ആവശ്യമല്ല, മറിച്ച് അതൊരു വലിയ ഇബാദത്തായിക്കൊണ്ടാണ് നമ്മുടെ മതം നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായിക്കൊണ്ട് അവതരിപ്പിക്കപ്പെട്ട ഖുർആൻ സൂക്തം തന്നെ വായിക്കാനും പഠിക്കാനുമുള്ള കൽപ്പനയാണ് നിർവഹിക്കപ്പെടുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന സൂക്തമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത് കാണാം, ഇഖ്റ, നീ വായിക്കണം, ബിസ്മി റബ്ബിക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, ആരെ സൃഷ്ടിച്ചവനായ, നിന്നെ സൃഷ്ടിക്കപ്പെട്ടവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കണമെന്നുള്ള കൽപ്പനയാണ് അല്ലാഹു സുബ്ഹാനഹു തആല
ആദ്യമായി കൊണ്ട് വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്നത്. ഇമാം റാസി റഹ്മഹുല്ല സൂറത്തുൽ അലഖിൻ്റെ തഫ്സീറിൽ നമ്മളോട് പറയുന്നത് കാണാം, വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരംഭിക്കപ്പെട്ടത് നിസ്കരിക്കാനോ നോമ്പ് നോൽക്കുവാനോ കൽപ്പിച്ചുകൊണ്ടല്ല എന്നുള്ളതാണ്. എന്താണ്? മറിച്ച് വായിക്കാൻ പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ. എന്തുകൊണ്ടാണത്? അറിവില്ലാതെ ചെയ്യുന്ന ഇബാദത്തുകൾക്ക് ജീവൻ ഉണ്ടാവുകയില്ല. നമുക്കറിവില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ ഒന്നിനും തന്നെ എന്തുണ്ടാവില്ല, അതിനു ജീവൻ ഉണ്ടാവില്ല. അറിവാണ് എല്ലാ ആരാധനകളുടെയും ജീവൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവ്വലു നിഅമത്തിൻ അൻഅമ അല്ലാഹു ബിഹാ അലാ ഹാദൽ ഇൻസാനി ബഅദ ഖൽഖിഹി, മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം അള്ളാഹു അവന് നൽകിയ ഒന്നാമത്തെ അനുഗ്രഹം അറിവ് നൽകലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചതിന് ശേഷം അവന് നൽകിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒന്നാമത്തെ അറിവ് എന്താ? അവന് അറിവ് നൽകുക എന്നുള്ളതാണ് അനുഗ്രഹം നൽകിയിട്ടുള്ളത്. ഓരോന്നും നമ്മൾ ഒരു ഉമ്മ പെറ്റ് കഴിഞ്ഞാൽ ആ പ്രസവത്തിന് ശേഷം ആ കുട്ടി മുലപ്പാലടക്കം ഓരോന്നും തിരിച്ചറിഞ്ഞ് അറിവുകൾ നേടിയാണ് എന്ത് ചെയ്യുന്നത്, ഒരു കുഞ്ഞ് വളർന്നു വരുന്നത്. അവന് കേൾവി ശക്തി കൊടുക്കുന്നത് മുതലേ അവൻ പുറത്തുള്ളവ കേട്ടുകൊണ്ടുള്ള അറിവുകൾ അവൻ എന്ത് ചെയ്യുന്നുണ്ട്, ഗർഭപാത്രത്തിൽ അവനത് നേടിയെടുക്കുന്നുണ്ട് എന്നുള്ളത് അത് ആന്തരികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പം അറിവ് നേടുക എന്നുള്ളതാണ് മനുഷ്യൻ ആദ്യമായി കൊണ്ടുള്ള അനുഗ്രഹമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. അൻ അല്ലമഹു ഫദല്ല ഹാദാ അലാ അന്നൽ ഇൽമി ഹുവ അഷ്റഫുസ് സ്വാഫാത്തി, വിജ്ഞാനമാണ് ഏറ്റവും മഹത്തരമായിട്ടുള്ള ഗുണമെന്നും വ അന്ന റഗ്ബത ഫീഹി ഔലൻ നശാത്വാത്ത്, അത് നേടിയെടുക്കുവാനുള്ള ആഗ്രഹമാണ് ഏറ്റവും ഉത്തമമായ പ്രവർത്തനമെന്നും എന്ത് ചെയ്യുന്നുണ്ട്, ഇത് തെളിയിക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ എഴുതി വെച്ച് നമുക്ക് കാണുവാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ അറിവ് നേടിയെടുക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ്. ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിം, അറിവ് നേടൽ ഓരോ മുസ്ലിമിൻ്റെ മേലും നിർബന്ധമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മഹുല്ലാ അദ്ദേഹം പറയുന്നത് കാണാം, മനുഷ്യന് ഭക്ഷണത്തോടും പാനീയത്തോടുമുള്ള ആവശ്യത്തേക്കാൾ വലുതാണ് അറിവിനോടുള്ള ആവശ്യമെന്നത്. എന്തുകൊണ്ടാണ്? ലിഅന്ന ത്വആമ വശറാബ യുഹ്താജു ഇലൈഹി ഫീ യൗമിൽ മർറത ഔ മർറതൈൻ. ഭക്ഷണവും പാനീയമൊക്കെ എന്ന് പറഞ്ഞത് ജീവിതത്തിൽ നമുക്ക് ഒരു ദിവസത്തിൽ നമുക്ക് 1-2 പ്രാവശ്യമൊക്കെ സാധാരണ ആവശ്യം വരികയുള്ളൂ. വഹാജതുഹു ഇലൽ ഇൽമി ബിഅദദി അൻഫാസിഹി, എന്നാൽ അറിവ് അവൻ്റെ ഓരോ ശ്വാസത്തിനും എന്താണ്, ആവശ്യമാണ് എന്നുള്ളതാണ് അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നാം അറിയേണ്ട അറിവെന്താണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മളോട് കൽപ്പിക്കുന്നുണ്ട്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആദ്യത്തെ അറിവ് അത് നേടിയെടുക്കേണ്ടത് എന്താണ്? അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരും തന്നെയില്ല എന്നതാണ് ഒന്നാമതായി കൊണ്ട് അറിവായി നമ്മൾ നേടിയെടുക്കേണ്ടത്. അത് ബുഖാരി റഹ്മഹുല്ലാ തൻ്റെ സ്വഹീഹുൽ ബുഖാരിയിൽ ആ പാഠത്തിന് നൽകിയ പേര് നമുക്ക് കാണാം, അൽ ഇൽമു ഖബ്ലൽ ഖൗലി വൽ അമലി ലിഖൗലില്ലാഹി തആല ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. സംസാരിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും മുൻപ് അറിവുണ്ടായിരിക്കൽ നിർബന്ധമാണ് എന്നാണ്. അതിന് തെളിവായി അദ്ദേഹം ഉദ്ധരിക്കപ്പെട്ടതാണ് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു ആരാധിക്കണമെങ്കിൽ ആദ്യം അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവുണ്ടായിരിക്കണമെന്നുള്ളതാണ് ആ ആയത്ത് കൊണ്ട് അദ്ദേഹം നമുക്ക് വിശദീകരിച്ചു തരുന്നത് കാണുവാൻ സാധിക്കുക. പതിവുകൾ ഉയർത്തപ്പെടാനുള്ള കാരണമായി കൊണ്ട് അറിവിനെ കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സത്യവിശ്വാസിയോടൊപ്പം വിജ്ഞാനം കൂടി വരുമ്പോഴാണ് ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ അടുക്കൽ എന്ത് ചെയ്യുന്നത്,
ഉന്നതനായിത്തീരുന്നത്. നമുക്ക് വിജ്ഞാനമുണ്ടാകുന്നതിനനുസരിച്ച് അള്ളാന്റെ അടുക്കൽ എന്തുണ്ട്? നമ്മുടെ പദവികൾ ഉയർന്നു വരുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ബദർ യുദ്ധത്തിൽ തടവരുകാരായിട്ട് പിടിക്കപ്പെട്ട ആളുകൾക്ക് മോചനദ്രവ്യമായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കപ്പെട്ട കാര്യമുണ്ട്. എന്താണ്? അവിടെയുള്ള 10 വിദ്യാർത്ഥികൾക്ക്, നിങ്ങൾ വിദ്യാഭ്യാസം നേടിയ ആളുകളെ കണ്ടപ്പോൾ റസൂലുള്ള മോചനദ്രവ്യമായി കൊണ്ട് നിശ്ചയിച്ചു കൊടുക്കുന്നത് എന്താ? അവിടെയുള്ള 10 വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ അറിവ് നിങ്ങൾ എന്ത് ചെയ്യണം? പകർന്നു കൊടുക്കണം. അവർക്ക് എഴുത്തും വായനയും നിങ്ങൾ പഠിപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മോചനമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പഠിപ്പിക്കുന്ന യുദ്ധമുഖത്ത് പോലും അള്ളാഹുവിൻ്റെ റസൂൽ ആ അറിവിനുള്ള പ്രാധാന്യത്തെക്കുറിച്ച് നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം ഭൗതിക വിദ്യയെന്നോ ആത്മീയ വിദ്യയെന്നോ അറിവുകളുടെ വേർതിരിച്ചുണ്ടാക്കുന്നില്ല. രണ്ടും പരസ്പരം പൂരകങ്ങളായിക്കൊണ്ടാണ് ഇസ്ലാം എന്ത് ചെയ്യുന്നത്? അതിനെ കാണുന്നത്. ലൗകികമായിട്ടുള്ള അറിവുകൾ ഈ ദുനിയാവിലെ ജീവിതം സുഗമമാക്കുമ്പോൾ മതപരമായിട്ടുള്ള അറിവുകൾ പരലോകത്തെ സുഖകരമാക്കി തീർക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇരു കണ്ണുകളും ഉള്ളവനാണ് കാഴ്ച പൂർണ്ണമാകുന്നത്. അതിൽ നമുക്കാർക്കെങ്കിലും സംശയമുണ്ടോ സഹോദരങ്ങളെ? ഒരു കണ്ണ് പോയാൽ ആ കണ്ണിൻ്റെ വില എന്താണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാറുണ്ട്. 2 കണ്ണുകൾ കൊണ്ട് കാണുന്ന ആ സുഖം ഒരിക്കലും ലഭിക്കപ്പെടുകയില്ല എന്നതുപോലെ തന്നെയാണ് ഭൗതിക വിജ്ഞാനത്തോടൊപ്പം മതബോധവും കൂടുമ്പോഴേ ഒരു മനുഷ്യൻ പൂർണ്ണനായി തീരുകയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു ഖുർആനിലൂടെ ദുആ ചെയ്യാൻ പഠിപ്പിച്ചത് ഇരു ലോകത്തെയും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ആലോചിച്ചു നോക്കൂ, ആ ഹൈറായിട്ടുള്ള ദുനിയാവിലെ ജീവിതവും പരലോകവും ഹൈറിനെ ഹസനത്ത് നൽകുവാൻ വേണ്ടി നമ്മളെ പഠിപ്പിച്ചില്ലേ? റബ്ബ് സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് കാണാം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥന, ആ പ്രാർത്ഥന നിർവഹിക്കപ്പെടുന്ന ആളുകളല്ലേ നമ്മളെല്ലാവരും. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന, ദുനിയാവിൽ ഹസനത്ത് നൽകാൻ വേണ്ടിയിട്ട് അല്ലേ? വഫിൽ ആഖിറതി ഹസന, ആഖിറത്തിലും എനിക്ക് നന്മ നൽകാൻ വേണ്ടിയിട്ട് അല്ലയോ? വഖിന അദാബന്നാർ, നരകശിക്ഷയിൽ നിന്ന് അല്ലാഹുവിനോട് രക്ഷ തേടിക്കൊണ്ട്. ആലോചിച്ച് നോക്കൂ, 2 സ്ഥലത്തെയും ജീവിതം സുഖകരമാകണമെന്നുള്ളത് ഇസ്ലാം ശാസിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് മഹാനായ ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ല തൻ്റെ തഫ്സീറിൽ ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ എഴുതുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്താണ്? ഫജമഅത ആദിഹി ദഅവതു കുല്ല ഖൈരിൻ ഫിദ്ദുനിയ വസറഫത് കുല്ല ശർറ. ഈ പ്രാർത്ഥന ദുനിയാവിലെ എല്ലാ നന്മകളെ ഒരുമിച്ച് കൂട്ടുകയും എല്ലാ തിന്മകളെയും തടയുകയും ചെയ്യുന്നു. ദുനിയാവിലെ നന്മകൾ മുഴുവനായിട്ടും അല്ലാഹു സുബ്ഹാനഹു തആല നൽകാൻ ആ പ്രാർത്ഥന കാരണമാകുന്ന, നമുക്ക് തിന്മകൾ വരുന്നതിനെ തടഞ്ഞു നിർത്തുവാൻ അതിന് സാധിക്കുമെന്നാണ്. ഇവിടെ ദുനിയാവിലെ ഹസനത്ത് എന്നാൽ നല്ല ആരോഗ്യവും വീടും ഉപജീവനവും എന്നിവയോടൊപ്പം ഉപകാരപ്രദമായിട്ടുള്ള അറിവ് കൂടി ഉണ്ട് എന്നാണ് നമ്മളെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. ഇൽമുൻ നാഫി അതിനുണ്ട് എന്നുള്ളതാണ് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ച് തരുന്നത്. അതായത് ഭൗതിക ലോകത്ത് അന്തസ്സായി ജീവിക്കാനുള്ള വിജ്ഞാനവും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. മതപഠനമില്ലാത്ത ഭൗതിക വിദ്യാഭ്യാസം നിയന്ത്രണമില്ലാത്ത വാഹനം പോലെയാണ് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണമെന്നർത്ഥം. അത് അപകടം വരുത്താറില്ലേ? അതുപോലെയാണ് നിയന്ത്രണമില്ലാത്ത വാഹനത്തിൻ്റെ അവസ്ഥ എന്താണ്? അത് അപകടം വരുത്താറുണ്ട്. അതുപോലെ തന്നെയാണ് ദുനിയാവിലെ വിദ്യാഭ്യാസം മാത്രം മതി എന്ന് പറഞ്ഞ് ജീവിക്കുന്ന, അതിന് മുൻഗണന നൽകിയ ആളുകൾ ജീവിക്കുന്ന ആളുകളോടും പറയാനുള്ളത് മതപരമായിട്ടുള്ള ഇൽമുകൾ കൂടി നേടിയെടുക്കേണ്ടതുണ്ട്. മഹാനായ ഇമാം ഷാഫി റഹ്മഹുല്ല ഭൗതിക വിദ്യകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിക്കൊണ്ട് വൈദ്യശാസ്ത്രത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ, ഭൗതിക വിദ്യാഭ്യാസത്തിന് നമ്മുടെ മതം പ്രാധാന്യം നൽകുന്നുണ്ട് എന്നതിനെക്കുറിച്ചുള്ള അറിവാണ് എന്നുള്ളത് നമുക്ക് നാം അറിഞ്ഞു വെക്കേണ്ടതുണ്ട്. ലാ അഅലമു ഇൽമൻ ബഅദൽ ഹലാലി വൽ ഹറാമി അൻബല മിനത് തിബ്ബി. ഹലാലും ഹറാമും പഠിക്കുന്ന ദീനീ വിജ്ഞാനം കഴിഞ്ഞാൽ
പിന്നീട് വൈദ്യശാസ്ത്രത്തെക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള മറ്റൊരു വിജ്ഞാനവും ഞാൻ അറിയുന്നില്ല എന്നാണ് ഇമാം ഷാഫി റഹ്മഹുല്ല പറഞ്ഞത്. അപ്പോൾ ഒരാൾ ഡോക്ടറാകുന്നത് കൊണ്ടോ ഒരാൾ എഞ്ചിനീയർ ആയതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റു നല്ല വിദ്യാഭ്യാസങ്ങൾ നേടുന്നതിനൊന്നും ഇസ്ലാം ഒരു തടസ്സവും നിൽക്കുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. ഒരു പക്ഷിക്ക് ആകാശത്ത് ഉയർന്ന് പറക്കണമെങ്കിൽ 2 ചിറകുകളും ഒരുപോലെ ശക്തമായിരിക്കണമെന്നുള്ളതാണ്. അതുപോലെ ഒരു ചിറക് മാത്രമാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ആ പക്ഷിക്ക് പറക്കുവാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഭൗതിക വിദ്യാഭ്യാസവും അതുപോലെ തന്നെ മതപരമായിട്ടുള്ള വിദ്യാഭ്യാസവും 2 ചിറകുകളാണ് എന്നുള്ളത് നാം മനസ്സിലാക്കി വെക്കണം. മക്കൾക്ക് ദീനീ വിദ്യാഭ്യാസം നൽകുക എന്നത് മാതാപിതാക്കളുടെ നിർബന്ധ ബാധ്യതയാണെന്നതാണ് എന്നെ കേൾക്കുന്ന രക്ഷിതാക്കളോട് എനിക്കിന്ന് പറയുവാനുള്ളത്. കാരണം അറിവില്ലാത്തവന് അള്ളാഹുവെ ഭയപ്പെടാൻ സാധിക്കുകയില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നതും അതാണ്. ഇന്നമാ യഖ്ഷല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ. ഇമാം ഇബ്നു ഖസീർ റഹ്മഹുല്ലാ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറയുന്നത് നമുക്ക് കാണാം. കുല്ലമാ കാനത്തിൽ മഅരിഫതു ബിഹി അതമ്മ വൽ ഇൽമി ബിഹി അക്മല കാനത്തിൽ ഖശിയതു ലഹു അഅലമ വഅക്സറ. അള്ളാഹുവെ കുറിച്ചുള്ള ജ്ഞാനം എത്രത്തോളം പൂർണ്ണവും സമ്പൂർണവുമാകുന്നുവോ അത്രത്തോളം അവനോടുള്ള ഭയവും ആദരവും മനുഷ്യന് വലുതും അധികവുമായി തീരുമെന്നാണ്. അപ്പം അള്ളാഹിനെ കുറിച്ചുള്ള അറിവ് നമുക്ക് എത്രത്തോളം വർദ്ധിക്കുന്നുണ്ടോ അത്രത്തോളം ആദരവൊക്കെ നമുക്ക് ലഭിക്കപ്പെടാൻ അത് കാരണമാകുമെന്നുള്ളതാണ്. വലുതും അധികവുമായി കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ ആദരിക്കപ്പെടുമെന്നുള്ളതാണ്. ലോകം തന്നെ നമ്മളെ ആദരിക്കപ്പെടുമെന്നുള്ളതാണ്. നമ്മുടെ മക്കൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാകണം എന്നുള്ളത് നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ കാണാത്ത ഇടങ്ങളിലൊക്കെ തിന്മകളിൽ നിന്ന് മാറി നിൽക്കണം എന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്ക് അള്ളാഹുവിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യണം? അറിവ് കൊടുക്കണം. അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് കൊടുക്കണം. ഇല്ല എങ്കിൽ അവർ നമ്മുടെ മുമ്പിൽ മാത്രമായിരിക്കും നല്ലവർ. മറ്റുള്ളവരുടെ മുമ്പിൽ അവരെന്ത് ചെയ്യില്ല? ഒരു വേള നല്ലവരായിരിക്കണമെന്നില്ല. റബ്ബിനെ ഭയപ്പെടാൻ ഏത് സന്ദർഭത്തിലും സാധിക്കുന്ന വ്യക്തിയാക്കി അവനെ മാറ്റുവാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ മാത്രമേ മറ്റുള്ള ആളുകളുടെ മുമ്പിൽ പോയി തെറ്റ് ചെയ്യുമ്പോഴും എൻ്റെ റബ്ബെന്നെ കാണുന്നുണ്ട് എന്നുള്ള ബോധത്തോടു കൂടി അതിൽ നിന്ന് മാറി നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത കുട്ടികൾക്ക് എന്ത് ചെയ്യില്ല? ഒരിക്കലും എന്ത് ചെയ്യില്ല? അവർക്ക് സാധിക്കുകയില്ല. അവരവരുടെ തെറ്റുകൾ എന്ത് ചെയ്യും? ആവർത്തിച്ചു കൊണ്ടേയിരിക്കുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. മാതാപിതാക്കന്മാരെ, നമ്മുടെ നാടുകളിലെ മദ്രസകൾ കേവലം അക്ഷരങ്ങൾ പഠിപ്പിക്കുന്ന ഇടങ്ങളല്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പം നന്മയുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുന്ന കളരികളാണ് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കുവാനുള്ളത്. മദ്രസകളിൽ നിന്ന് നമ്മുടെ കുട്ടികൾ പഠിച്ചെടുക്കുന്നത് എന്താണെന്നുള്ള കാര്യം നമുക്കറിയുന്നതല്ലേ. അള്ളാഹുവേയും റസൂലിനെയും തിരിച്ചറിയുവാനുള്ള ഒരു വേദിയാണ്, അവർക്ക് നൽകപ്പെടുന്നൊരു വേദിയാണ് മദ്രസകൾ എന്നുള്ളത്. അതുപോലെ തന്നെ മാതാപിതാക്കളും മുതിർന്നവരെയും ബഹുമാനിക്കാൻ പഠിപ്പിക്കുന്ന ഒരിടമാണ് മദ്രസ എന്നുള്ളത്. അത് ഒരു വേള സ്കൂളുകളിൽ നിന്ന് ലഭിച്ചു കൊള്ളണമെന്നില്ല. അതുപോലെ തന്നെ അള്ളാഹുവെ കുറിച്ചുള്ള അറിവുകൾ ഒരു വേള, റസൂലിനെ കുറിച്ചുള്ള അറിവുകൾ ഒരു വേള സ്കൂളുകളിൽ നിന്ന് ലഭിച്ചു കൊള്ളണമെന്നില്ല. അതെല്ലാം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? മദ്രസകളിൽ നിന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. തിന്മകളിൽ നിന്ന് അകന്ന് ജീവിക്കുവാൻ അവന് സാധിക്കണം. തെറ്റുകളിൽ നിന്ന് മുക്തനായിട്ടുള്ള ഒരു ജീവിതം നയിക്കുവാൻ അവന് സാധിക്കണമെങ്കിൽ അത് മദ്രസയുടെ ഇൽമുകൾ കൊണ്ട് മാത്രമാണ് സാധിക്കുക എന്നുള്ളതാണ്. നമ്മുടെ മാതാപിതാക്കളെ ധിക്കരിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ്. നമ്മുടെ നാടുകളിലൊക്കെ സ്കൂളുകൾക്ക് ധാരാളമായി കൊണ്ട് പ്രാധാന്യം നൽകി മദ്രസ പാടെ അവഗണിക്കപ്പെട്ടവരുടെ കുട്ടികളെയാണ് അത്തരത്തിലുള്ള കുട്ടികളായി നമുക്ക് കാണുവാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ എല്ലാവരും ഉണർന്ന് തന്നെ ആ ഒരു കാര്യവും ഇതോടൊപ്പം തന്നെ സ്കൂൾ വിദ്യാഭ്യാസം നൽകുന്ന ഈ സന്ദർഭത്തിൽ അതിലേക്ക് തുടക്കം കുറിക്കുന്ന ആളുകൾ എന്നുള്ള നിലക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു മദ്രസയുടെ കാര്യത്തിലും നിങ്ങൾ അതിൽ പ്രാധാന്യം നൽകേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത് കാണാം. മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ.
അള്ളാഹു ഒരാൾക്ക് നന്മ ഉദ്ദേശിച്ചാൽ അവന് ദീനിൽ അവഗാഹം നൽകുന്നതാണ്. റബ്ബൊരാൾക്ക് നന്മ ഉദ്ദേശിച്ചാൽ അവന് ദീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? അവഗാഹം നൽകും. അപ്പം നമ്മുടെ മക്കളെ അതിന് പ്രേരണാക്കി തീർത്തിട്ടുണ്ടോ, നമ്മൾ അപ്രകാരം ഒരു അവസരത്തിലേക്ക് കൊണ്ടു ചേർത്തിട്ടുണ്ടോ എന്നുള്ളത് നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മക്കളെ. ആ മഹാനായ ഇമാം മാലിക് റഹ്മഹുല്ലാ ചെറുപ്പത്തിലെ മദ്രസയിലേക്ക് പഠന സദസ്സിലേക്ക് പുറപ്പെടുമ്പോൾ ഉമ്മ നൽകിയ ഒരു വ്യാഖ്യാതമായ ഉപദേശമുണ്ട് അദ്ദേഹത്തിന്. എന്താണെന്നോ, ഇദ്ഹബ ഇലാ റബീഅ ഫതഅല്ലമ മിൻ അദബിൻ ഖബല ഇൽമിഹി. മകനെ, നീ നിന്റെ ഗുരുനാഥനായ റബീഉടെ അടുക്കലേക്ക് നീ പോവണം. റബീഅയുടെ അടുക്കലേക്ക് നീ പോയാൽ അദ്ദേഹത്തിൻ്റെ അറിവ് പഠിക്കുന്നതിന് മുൻപ് അദ്ദേഹത്തിൻ്റെ സൽസ്വഭാവവും അച്ചടക്കവും നീ പഠിക്കണം. സൽസ്വഭാവം പഠിക്കണമെങ്കിൽ, അച്ചടക്കം പഠിക്കണമെങ്കിൽ, സൽസ്വഭാവവും അച്ചടക്കവുമുള്ള അധ്യാപകനിൽ നിന്ന് അവന് വിദ്യ ലഭിക്കണമെന്നുള്ളതാണ്. ആ വിദ്യ ലഭിക്കണമെങ്കിൽ അത്തരത്തിലുള്ള വിദ്യാഭ്യാസം, സ്വഭാവവും ചരിത്രവും വിശ്വാസവും കർമ്മവുമെല്ലാം പഠിപ്പിക്കപ്പെടുന്ന ഇടമാണ് മദ്രസകൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അദ്ദേഹത്തിന് കൊടുത്ത ആ ഉപദേശം സ്വീകരിക്കപ്പെട്ടതുപോലെ നമ്മളെയും സ്വീകരിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ്. രക്ഷിതാക്കളുടെ ഉത്തരവാദിത്തം അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. സൗകര്യങ്ങൾ ഒരിക്കലും സൗകര്യങ്ങൾ മക്കളുടെ പഠനത്തിന് ആവശ്യമായിട്ടുള്ള പുസ്തകങ്ങളടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവർക്ക് വേണ്ട കുടയാവട്ടെ, വസ്ത്രമാവട്ടെ, നല്ല അന്തരീക്ഷം തുടങ്ങിയ എല്ലാ ഭൗതിക സൗകര്യങ്ങളും മാതാപിതാക്കൾ ഒരുക്കി കൊടുക്കേണ്ട ബാധ്യതയുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ചെലവഴിക്കലാണ് അവൻ്റെ ദീനീപരമായിട്ടുള്ള ഏത് കാര്യത്തിനായാലും, ദുനിയാവിൽ അവൻ്റെ ഉന്നതികളിലേക്ക് വേണ്ടിയുള്ള പഠനമായാലും എല്ലാം റബ്ബിൻ്റെ മാർഗത്തിലുള്ള ചെലവഴിക്കലാണ് എന്നുള്ള ബോധം നമ്മുടെ മനസ്സിലുണ്ടാവണമെന്നുള്ളതാണ്. എന്നാൽ അതിനേക്കാളേറെ അവർക്ക് നല്ല അച്ചടക്കവും ദീനീബോധവും നൽകുക എന്നത് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുന്നത്. മാ നഹല വാലിദുൻ വലദൻ മിൻ നഹലിൻ അഫ്ളല മിൻ അദബിൻ ഹസനിൻ. ഒരു പിതാവ് തൻ്റെ മകന് നൽകാൻ കഴിയുന്ന ഏറ്റവും ഉത്തമമായ സമ്മാനം നല്ല അച്ചടക്കവും നൽകലാണ്. നല്ല അച്ചടക്കം നൽകുക എന്നുള്ളതാണ് ഒരു പിതാവ് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം എന്നാണ്. ഏറ്റവും വലിയ സമ്മാനമായിക്കൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ സമയങ്ങളെ ക്രമീകരണങ്ങളൊക്കെ സ്കൂളും മദ്രസയും തുറക്കുമ്പോൾ കുട്ടികളുടെ ഉറക്കവും കളിയും പഠനം എന്നിവയ്ക്ക് കൃത്യമായിട്ടുള്ള ടൈം ടേബിളുകളൊക്കെ നൽകിയിട്ടായിരിക്കണം അവരെ സ്കൂളുകളിലേക്ക് നിങ്ങൾ വിടേണ്ടത്, മദ്രസകളിലേക്ക് നിങ്ങൾ വിടേണ്ടത്. അതുപോലെ തന്നെ ഡിജിറ്റൽ നിയന്ത്രണങ്ങൾ വരുത്തുവാൻ മാതാപിതാക്കൾ എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് ശ്രദ്ധ വേണ്ടതുണ്ട്. മൊബൈൽ ഫോണിൻ്റെയും ടിവിയുടെയും ഉപയോഗം കർശനമായിക്കൊണ്ട് തന്നെ നിയന്ത്രിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ നിയന്ത്രണത്തിൽ മക്കൾ ഉണ്ടാവണമെന്നർത്ഥം. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളെക്കുറിച്ച് അന്വേഷണങ്ങൾ നമുക്കുണ്ടാവണം. അങ്ങോട്ട് സ്കൂളിലേക്ക് വിട്ടു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ആ വിട്ടു ആ പോക്ക്, പിന്നെ വന്നുമ്പോൾ കയറുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. ആ ഗണത്തിലാവരുത്. അവൻ എൻ്റെ മകൻ സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ അവൻ എന്തെല്ലാം ഏർപ്പാടുകളിലാണ് ഉള്ളത് എന്ന് ഒരു അന്വേഷണം നടത്തണമെന്നർത്ഥം. ആ അന്വേഷണമില്ല എങ്കിൽ കുട്ടികൾ വഴിവിട്ട മാർഗത്തിലേക്ക് പോകും. മദ്രസകളിലും സ്കൂളിലൊക്കെ കൃത്യമായി പോകുന്നുണ്ടോ എന്നത് മാത്രമല്ല നോക്കേണ്ടത്, അവിടെയൊക്കെ ആ ഭാഗങ്ങളിലൊക്കെ എൻ്റെ കുട്ടിയുടെ കൂട്ടുകെട്ടുകൾ ആരാണ്, എൻ്റെ കുട്ടിയുടെ ചിന്താഗതികൾ മാറുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ ശ്രദ്ധ വേണമെന്നുള്ളതാണ് എനിക്ക് ഉണർത്തുവാനുള്ളത്. അതുപോലെ തന്നെ പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കുമ്പോൾ എല്ലാവർക്കും അറിയാം പുതിയ അധ്യയന വർഷത്തിൻ്റെ ചെലവുകൾ എത്രയാണെന്ന്. മക്കൾ ധാരാളമുള്ളവരുണ്ട്, മക്കൾ 1 2 ഉള്ളവരുണ്ട്, മക്കൾ 3 4 ഒക്കെ ഉള്ള ആളുകളുണ്ട്. അവരൊക്കെ ആവട്ടെ, ഏതാളുകളാവട്ടെ, അവർക്ക് പുതിയ അധ്യയനം തുടങ്ങുമ്പോൾ പുതിയ വസ്ത്രവും ബാഗും ങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ മക്കൾ സന്തോഷിക്കുന്ന സമയത്ത് പഠന ചെലവുകൾക്ക് വകയില്ലാതെ ഇരിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റിലുമുണ്ടാകുമെന്നുള്ളതാണ്.
ഒരുപാട് പേര് നമ്മുടെ ചുറ്റിലും ഉണ്ടാകുമെന്നുള്ളതാണ്. അവരെ ചേർത്ത് പിടിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അയൽപക്കത്തെ പാവപ്പെട്ട കുട്ടികൾക്ക് പുസ്തകങ്ങളോ കുടയോ വാങ്ങി നൽകാൻ നമ്മൾ മുന്നോട്ട് വരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നില്ലേ, വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീ. ഒരു ദാസൻ തൻ്റെ സഹോദരനെ സഹായിച്ചു കൊണ്ടിരിക്കുന്നിടത്തോളം കാലം അള്ളാഹു ആ ദാസനെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന, അള്ളാഹിന്റെ സഹായം നിങ്ങൾക്ക് ലഭിക്കണോ, അള്ളാഹുവിൻ്റെ ദാസന്മാരായ മറ്റുള്ളവരെ നിങ്ങൾ സഹായിക്കണം. എങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് സഹായങ്ങൾ അർപ്പിക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധാലുക്കളാകണമെന്നുള്ളതാണ് എനിക്ക് നിങ്ങൾ ഉണർത്തുവാനുള്ളത്. ഈ സ്കൂളിൻ്റെ തുറക്കലുള്ള അവസരത്തിൽ ഈ പറയപ്പെട്ട കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് കുട്ടികളെ പറഞ്ഞയക്കുവാൻ വേണ്ടിയുള്ള ശ്രമമാണ് മാതാപിതാക്കൾ എന്ന നിലക്ക് നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ രൂപത്തിൽ ദീൻ മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വ അലാ ആലിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഏതൊരു വിത്തും നല്ല മണ്ണിൽ പാകിയാലേ അത് നല്ല വൃക്ഷമായിക്കൊണ്ട് വളരുകയുള്ളൂ. നമ്മുടെ മക്കളാകുന്ന വിത്തുകൾ നല്ല സ്വഭാവമുള്ളവരായി വളരാൻ കുടുംബമാകുന്ന മണ്ണ് നന്നാവണം. മാതാപിതാക്കൾ അവർക്ക് നല്ല മാതൃകയാവാൻ ശ്രമിക്കേണ്ടതുണ്ട്. അതിന് അവർക്ക് വേണ്ടി നിരന്തരം ദുആ ചെയ്യുന്നവരായി നമുക്ക് മാറുവാൻ സാധിക്കണമെന്നർത്ഥം. മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, അതാണ് അവരുടെ ബലം. അത് നിർവഹിക്കപ്പെടാതിരിക്കുമ്പോൾ പിന്നീട് പ്രയാസപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് പെട്ടുപോയാൽ, മക്കൾ പെട്ടുപോയാൽ പ്രയാസപ്പെട്ട് പരിതപിച്ചിട്ട് കാര്യമില്ല. നമുക്കെപ്പോഴും നമ്മുടെ മക്കൾ നല്ല മക്കൾ തന്നെ ആയിരിക്കും. ആര് വന്ന് പറഞ്ഞാലും നമുക്ക് സ്വീകരിക്കപ്പെടാൻ പ്രയാസം ഉണ്ടാവും. കുട്ടീനെ അങ്ങനെ കണ്ട് ഇങ്ങനെ കണ്ട് ഈ രൂപത്തിൽ ഇന്ന ആളുകളുടെ കൂടെ കാണുന്നുണ്ട് ട്ടാ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരു പ്രയാസം ഉണ്ടാവാറില്ലേ? എന്നാലും എൻ്റെ കുട്ടി അങ്ങനെ ഒന്നും ചെയ്യൂല എന്നല്ലേ പറയാ. അങ്ങനെയൊക്കെ പറയാണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ പ്രാർത്ഥന നിർവഹിക്കപ്പെടുന്ന ആളുകളായിരിക്കണം എന്നർത്ഥം. കുട്ടികൾക്ക് എപ്പോഴും എന്ത് ചെയ്യണം? നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥന നിർവഹിക്കപ്പെടുന്ന ആളുകളായി മാറുവാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി പരിശ്രമിക്കണം. കാരണം കുട്ടികൾ നമുക്ക് നൽകിയ നിഅമത്താണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള നിഅമത്താണ്. ആ നിഅമത്തിനെ കുറിച്ചൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല നാളെ പരലോകത്തെന്ത് ചെയ്യും? നമ്മളോട് ചോദിക്കപ്പെടും. ആ ചോദ്യങ്ങൾക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഉത്തരം നൽകേണ്ടി വരും. അവിടെ റബ്ബിൻ്റെ അടുക്കലേക്ക് വന്ന് മക്കൾ പരാതി പറയുന്ന ഒരു സമയത്തെക്കുറിച്ച് റസൂൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എൻ്റെ വാപ്പയും ഉമ്മയും ഈ കാര്യങ്ങളൊന്നും, ദീനീപരമായിട്ടുള്ള മതങ്ങളും കാര്യങ്ങളും പഠനങ്ങളൊന്നും എനിക്കെന്ത് ചെയ്തിട്ടില്ല, നൽകിയിട്ടില്ല. അത് കാരണത്താൽ അവരെ എൻ്റെ കാലിൻ്റെ ചുവട്ടിലേക്ക് ഇട്ട് തരൂ, ഞാൻ അവരെ ചവിട്ടി മെതിക്കട്ടെ എന്ന് മക്കൾ ആവശ്യപ്പെടുന്ന ഒരവസ്ഥ വരാനുണ്ട് നാളെ പരലോകത്ത്. ആ ഭാഗത്തേക്ക് പെടാൻ എന്നെ കേൾക്കുന്ന രക്ഷിതാക്കൾ ഉൾപ്പെടരുത് എന്നുള്ളതാണ്. ആ ഭാഗത്ത് പോയി ആ ഭാഗത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല നീക്കപ്പെട്ടു കഴിഞ്ഞാൽ അത് വലിയ നഷ്ടം തന്നെയാണ് എന്നുള്ളത് നാം മനസ്സിലാക്കുക. ഒരു വേള നമ്മൾ കുട്ടികളുടെ സുഖവും സൗഖ്യമൊക്കെ നോക്കിയിട്ടായിരിക്കാം പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നത്, നമ്മൾ മിണ്ടാതിരിക്കുന്നതും പറയാതിരിക്കുന്നതൊക്കെ. പക്ഷേ നമുക്ക് ഈ ദുനിയാവിലല്ല ജീവിതമുള്ളത്.
ദുനിയാവിൽ കുറച്ചു കാലമാണെന്നുള്ളത് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ആ ജീവിതം ഇവിടെ കഴിഞ്ഞാൽ ഏകദേശം റസൂലുള്ളാഹി പറഞ്ഞത് 63 വർഷക്കാലം അല്ലെങ്കിൽ 70-നിടയിൽ 60-70-നിടയിലാണ് എൻ്റെ ഉമ്മത്തിൻ്റെ ആയുസ്സുകൾ എന്ന് പറഞ്ഞു. അതിൽ കൂടുതൽ കിട്ടിയവർ അള്ളാഹിനോട് അനുഗ്രഹം റബ്ബിനെ സ്തുതിക്കാൻ ശ്രമിക്കുക. ആ ഒരു കാലഘട്ടത്തിനുള്ളിൽ മരണപ്പെട്ടു പോവേണ്ട ആളുകളാണ്. ആ ഒരു കാലഘട്ടത്തിന് വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പം എന്തിട്ടുണ്ടാവുക, ജീവിച്ചിരിക്കുന്നിടത്തോളം അവനക്കൊരു വേദന വരണ്ട എന്നൊക്കെ കരുതിയിട്ടായിരിക്കാം ചിലപ്പം പല കാര്യങ്ങളും കണ്ടാലും മിണ്ടാണ്ടിരിക്കുന്നത്. പക്ഷേ നാളെ പരലോകത്തേക്ക് അത് ദോഷം ചെയ്യുമെന്ന് മാത്രമല്ല, ആ കുട്ടിയുടെ ഒരു പ്രാർത്ഥന പോലും നാളെ ലഭിക്കുകയുമില്ല. മരിച്ച് ഖബറിൻ്റെ ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് നമുക്ക് ലഭിക്കുകയുമില്ല. അതുകൊണ്ട് തന്നെ ദീനീ വിജ്ഞാനം നൽകുക എന്നുള്ളത് വളരെ പ്രധാനമായിക്കൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്നാണ് എനിക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുവാനുള്ളത്. അതോടൊപ്പം തന്നെ എനിക്കുണർത്തുവാനുള്ളൊരു കാര്യം ഇൻഷാ അല്ലാഹ്, നമ്മുടെ പള്ളിയിലെ ഉളുഹിയ്യത്ത് കർമ്മം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഉളുഹിയ്യത്തിന് ചേർന്ന ആളുകളുടെ കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ഖുത്ബയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതിൽ ചേരപ്പെട്ടിട്ടുള്ള ആളുകൾ, ഇപ്പോൾ ഒരാൾ ഒരു ഷെയറിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ, ഒരു ഉരുവിൽ ഷെയറിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ, ആ ആൾ കൂടി അവിടെ നാട്ടിലുള്ള ആളാണെന്നുണ്ടെങ്കിൽ അതിൽ സന്നിധനാവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. 7 ആളാണ് ഒന്നിനെ അറുക്കുന്നത് എങ്കിൽ ആ 7 ആളും ആ ഭാഗത്തുണ്ടായിരിക്കുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയോട് പറയുന്നുണ്ട് ഉദൂഹിയത്തിന് സാക്ഷിയാവാൻ വേണ്ടിയിട്ട്. അതിലൊരു അംഗമായിരുന്നു. അതുകൊണ്ട് തന്നെ നീ അതിന് എഴുന്നേൽക്ക് ഫാത്തിമ, നീ അതിന് പോയി സാക്ഷിയാവ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നമുക്ക് കാണാം. അപ്പം അതിൽ പങ്കു ചേർന്നിട്ടുള്ള ആളുകൾ നിർബന്ധമായിക്കൊണ്ടും അതിലുണ്ടാവണമെന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. ഇനി രണ്ടാമതൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ചില ആളുകളൊക്കെ വിചാരിച്ചിട്ടുള്ളത് ആ പങ്കാളികളും കമ്മിറ്റിയും മാത്രം എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, ഈ കർമ്മങ്ങൾ ചെയ്യേണ്ടതുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെയല്ല. നമ്മൾ മനസ്സിലാക്കുക, ഉദൂഹിയ്യത്ത് എന്നതൊരു കേവലം ഒരു ഇറച്ചി വിതരണം മാത്രമല്ല, മറിച്ച് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയൊരു ആരാധനാ കർമ്മമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഷിആറായിക്കൊണ്ട് എണ്ണപ്പെട്ടിട്ടുള്ള കാര്യമാണ്. പെരുന്നാൾ ദിനങ്ങളിൽ തക്ബീർ ധ്വനികൾ മുഴങ്ങുന്നത് പോലെ അള്ളാഹുവിൻ്റെ നാമത്തിൽ മൃഗത്തെ അറുക്കുന്നതും ഒരു പരസ്യമായിട്ടുള്ള പ്രഖ്യാപനമാണ്. അതുകൊണ്ട് തന്നെ പങ്കാളികളല്ലാത്തവരും അവിടെ വന്ന് നിൽക്കുന്നത് അള്ളാഹുവിൻ്റെ ഒരു കൽപ്പന ഭൂമിയിൽ നടപ്പാക്കുന്നത് ആദരവോടെ നോക്കിക്കാണുന്നതിൻ്റെ ഭാഗമാണെന്ന് ഇതിന് പണ്ഡിതന്മാർ തഅദീമു ശആഇരില്ല, അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കൽ എന്നാണ് എന്ത് ചെയ്യുന്നത്, അതിനെ വിശേഷിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഉദൂഹിയ്യത്ത് മൃഗത്തെ കിടത്തി അറുക്കുന്ന സമയത്ത് അവിടെ നിൽക്കുന്ന ഏതൊരു മുസ്ലിമും അള്ളാഹുവിൻ്റെ വലിപ്പത്തെ ഓർക്കുകയും ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് ഉച്ചരിക്കുകയോ മനസ്സിൽ പറയുകയോ ചെയ്യണം എന്നുള്ളതാണ്. തനിക്കതിൽ ഒരു ഓഹരി ഇല്ല എങ്കിലും പോലും ആ വലിയൊരു ഇബാദത്ത് നടക്കുന്ന സമയത്ത് അവിടെ സന്നിധനായി അള്ളാഹുവെ സ്മരിക്കുന്നതിലൂടെ ദിക്ർ ആ വ്യക്തിക്കും പ്രതിഫലം ലഭിക്കുന്നു എന്നുള്ളതാണ്. സ്മരണയിലൂടെ ആ വ്യക്തിക്കും പ്രതിഫലം ലഭിക്കപ്പെടുന്നതാണ്. പെരുന്നാൾ ദിനത്തിൽ മുസ്ലിങ്ങൾക്ക് ഒരിടത്ത് ഒരുമിച്ച് കൂടുന്നത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന കാര്യമാണെന്നുള്ളത്. നമ്മുടെ പെരുന്നാൾ അവസാനിക്കുന്നത് ഞായറാഴ്ച വൈകുന്നേരത്തിനാണ്. അസ്ർ നമസ്കാരം വരെ എന്തുണ്ട്, തക്ബീറുകളുണ്ട്. ഇന്നലത്തോട് കൂടിയിട്ട് പെരുന്നാളിൻ്റെ തക്ബീറൊന്നും തീർന്നിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ ഒരു കർമ്മത്തിൽ സന്നിധരാവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, എല്ലാവരും ശ്രമിക്കണമെന്നുള്ളതാണ്. സാധാരണയായിട്ട് സാമ്പത്തിക ശേഷി ഇല്ലാത്തവരോ സ്വന്തമായി ഉദയത്ത് അറുക്കാൻ കഴിയാത്തവരായ ആളുകളാണ് ഈ കർമ്മത്തിന് സാക്ഷ്യം വഹിക്കാൻ അവിടെ വന്ന് നിൽക്കാറുള്ളത്. അങ്ങനെയുള്ളവർ അവിടെ സന്നിധരാകുമ്പോൾ ആ മാംസത്തിൽ നിന്ന് അവർക്ക് മുൻഗണന നൽകാൻ ആളുകൾ ശ്രദ്ധിക്കണം. ഇത് അറക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് ഉണർത്തി തരുവാനുള്ളത്. അതുകൊണ്ട് എല്ലാവരും അതിൽ പങ്കാളികളാവാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല സ്വാലിഹായ കർമ്മമായിക്കൊണ്ട് സ്വീകരിക്കപ്പെടുമാറാവട്ടെ.
നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി തരട്ടെ. രോഗികളായിട്ടുള്ള ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട്. അല്ലാഹു അവർക്കെല്ലാവർക്കും ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. وأقم الصلاة.